പഴയ ബോക്സുകൾ കൊണ്ട് നമുക്ക് ഇന്നൊരു റെസിൻ ടേബിൾ ചെയ്താലോ. 3:1 റെസിനും കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ആദ്യത്തെ 4 കോട്ട് 3:1 ലാസ്റ്റത്തെ ഫൈനൽ കോട്ട് 2:1 ആണ് ഉപയോഗിക്കുന്നത്. 300 റെസിനും 100 ഹാർഡ്നറുമാണ് ഇതിനകത്ത് മിക്സ് ചെയ്യുന്നത്. ഗ്ലിറ്റർ സ്വീക്വൻസ് ആണിത്. അത് കഴിഞ്ഞ് ഒരു പഴയ കോമ്പസിൻ്റെ പീസ്, പിന്നെ ഒരു ചെറിയ കാറ്, പിന്നെ ഒരു ടയറ്, ഇതെല്ലാം പഴയ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. റെസിന് ഉണങ്ങുന്നതിന് തൊട്ട് മുമ്പ് വേണം ഇതെല്ലാം വെക്കാൻ. ഇവരൊരു 8 വർഷമായിട്ട് ഉപയോഗിച്ച ബോക്സുകളാണ് ഇതിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്തേക്കുന്നത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ റെസിൻ വെച്ചിട്ടുള്ള ഐഡിയാസ് ഇനിയും. ഈ ടേബിൾ കംപ്ലീറ്റ് ആയിട്ടില്ല. 3:1 നന്നായിട്ട് ക്യൂർ ചെയ്യാൻ 72 hours വേണം. ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം അടുത്ത ലെയർ ഒഴിക്കാൻ. 3:1 റെസിന് മിക്സ് ചെയ്തതാണ്. 300 റെസിനും 100 ഹാർഡ്നറുമാണിത്. രാത്രിയിൽ ഇലുമിനേറ്റ് ചെയ്യുന്ന പിഗ്മെൻ്റാണിത്. ആദ്യത്തെ പ്രാവശ്യം ഒഴിച്ചത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് രണ്ടാമത് സെയിം അളവിൽ പിഗ്മെൻ്റ് ഇട്ടിട്ട് നമ്മൾ ഒഴിക്കുന്നത്. മൂന്നാമതും ഈ സെയിം അളവിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് 2:1 റെസിൻ വേണമെങ്കിലും ഉപയോഗിക്കാം. 2:1 ആകുമ്പോൾ ഇച്ചിരി കൂടെ വേഗത്തിൽ ഉണങ്ങും. താഴത്തെ 2 കോട്ട് 3:1 ഉപയോഗിച്ചിട്ട് 2:1 മുകളിൽ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. ഇലുമിനേറ്റിംഗ് പിഗ്മെൻറ്റ് തീരെ കുറച്ച് എടുത്തതിന് ശേഷം നമ്മൾ മുമ്പേ എടുത്ത റെസിനിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചാൽ മതി. ടോപ്പ് കോട്ട് ചെയ്യുന്നതിന് മുമ്പ് മോൾഡ് റിമൂവ് ചെയ്യണം. 4ാമത്തെ പ്രാവശ്യം നമ്മൾ ഒഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഫൈനൽ കോട്ട് ലൈവിലാണ്. നമ്മുടെ ചാനൽ ഓൾറെഡി അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ. ഇങ്ങനത്തെ വീഡിയോസ് ഇടണമെങ്കിൽ